എല്ലാവർക്കും വേണ്ടി ചാനലായ പനഞ്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീനും മാങ്ങാത്തൂരും തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. മാങ്ങാത്തൂരി എന്ന് പറയുന്നത് നമ്മൾ പച്ചമാങ്ങ ഉണങ്ങിയിട്ട് എടുക്കുന്ന ഉണങ്ങുമ്പോൾ അതിനെയാണ് മാങ്ങാത്തൂരി എന്ന് പറയുന്നത്. ഇപ്പം മാങ്ങാത്തൊലി ഉണങ്ങിയതാണിത്. മാങ്ങ എങ്ങനെ ഉണങ്ങുന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ മാങ്ങ ഉണങ്ങിയത് അല്ലെങ്കിൽ മാങ്ങാത്തൊലി ഉണങ്ങിയത് 1 കപ്പുണ്ട്. ഏകദേശം ഒരു 60-65 ഗ്രാമാണ് ഉള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഈ മാങ്ങാത്തൊലി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത മാങ്ങാത്തൊലിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അതിൻ്റെ ഒപ്പം കിടക്കുന്ന രീതിയിലുള്ള മാങ്ങാത്തൊലിയും വെള്ളം ഒപ്പം അളവിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് നേരം അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു അരമണിക്കൂർ വയ്ക്കാം. ക്ലീനാക്കിയ ചെമ്മീൻ 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മുളക് പൊടി, അരക്കപ്പോളം വെള്ളം. ഈ ചെമ്മീനൊന്ന് നല്ലതുപോലെ തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ചെമ്മീനിൽ നമ്മൾ ഒഴിച്ചാൽ വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മാങ്ങാത്തൊലി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാങ്ങാത്തൊലി വെള്ളത്തിലിട്ട് നല്ലതുപോലെ സോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കുറച്ചുണ്ട്, അപ്പോൾ വെള്ളത്തോടു കൂടി ചെമ്മീനിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. മാങ്ങ വേവണമല്ല, അപ്പോൾ അതിനുള്ള വെള്ളം കൂടി ചേർക്കണം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് മാങ്ങ വേവാനായിട്ട് വയ്ക്കാം. തേങ്ങാപ്പീര 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. മാങ്ങയ്ക്ക് നല്ല പുളി ഉള്ളത് കൊണ്ടാണ് 2 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ 1 കപ്പോ 1.5 കപ്പോ തേങ്ങാപ്പീര എടുത്താൽ മതി. 2-3 ചുവന്നുള്ളി, 1-2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. മാങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നമ്മുടെ ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തിള അവിടെ എവിടെയും വരുമ്പോൾ തന്നെ നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ചെറിയ തിള വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ചെറിയ തിള വന്നു. ഞാനിത് തീ ഓഫ് ചെയ്യുകയാണ്. ഇത് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കും. ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ആ ചൂടൊന്ന് പൊക്കോട്ടെ. ഇനി കടുക് പൊട്ടിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി അരിഞ്ഞ് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഉള്ളിയും കറിവേപ്പിലയും കൂടെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. 2-3 വറ്റൽമുളകും കൂടെ ചേർക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഒരു നുള്ള് മുളക് പൊടി ചേർക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം.